ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കുഞ്ഞൻ മത്തി അച്ചാറുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. വളരെ രുചികരമായ ഒരു കുഞ്ഞൻ മത്തി അച്ചാറാണിത്. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളിത് ഗൾഫിലേക്കെല്ലാം കൊടുത്തയക്കും. നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കൂ. ഞാനിവിടെ 1.5 കിലോ കുഞ്ഞൻ മത്തിയാണ് എടുത്തിരിക്കുന്നത്. കഴുകി നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ച് വെള്ളം വാരാനായിട്ട് വെച്ചിരിക്കുകയാണ്. 2 മണിക്കൂറിന് ശേഷം വെള്ളം വാർന്ന് പോയതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മസാലകളൊന്ന് പുരട്ടി വെക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും പൊടി, ഇനി നമ്മുടെ സാദാ എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂൺ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കയ്യിലേക്ക് ഒഴിച്ച് 2 തവണ നമുക്കിതിൻ്റെ മീതേക്ക് ഒഴിച്ചൊന്ന് നന്നായി ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കാം. സുർക്ക ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഒന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്കുള്ള മറ്റു ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കാം. ഞാൻ ഒരു ചതക്കുന്ന കല്ലിൽ വെച്ച് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരു കഷ്ണം കൂടി വീണ്ടും ചതച്ചെടുക്കുകയാണ്. അങ്ങനെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള 2 ഇഞ്ചി കഷ്ണമാണ് ഞാൻ ഈ അച്ചാറിലേക്ക് ചതച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പിടി വെളുത്തുള്ളി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അത് ചതച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒരു പിടി വെളുത്തുള്ളി എടുത്ത് നമുക്കിത് ചതച്ചെടുത്ത് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 5 പച്ചമുളകാണ്. ആദ്യം 2 പച്ചമുളക് ഇട്ടിട്ടാണ് ഞാനൊന്ന് ചതച്ചെടുക്കുന്നത്. ബാക്കിയുള്ള 3 പച്ചമുളകും ഞാൻ ഇതിലേക്കിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. കണ്ണിലേക്ക് തെറിക്കാതെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇതിലിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ. ഇനി നമുക്ക് ചതച്ചെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇതിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നല്ല എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 250 ഗ്രാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ കുഞ്ഞൻ മത്തി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ എല്ലാ വശവും ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാ മത്തിയും നമുക്ക് ഒന്ന് മറിച്ചിട്ട് വേവിക്കാം. ഞാൻ തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുത്തത്. ഇങ്ങനെ നമുക്ക് എല്ലാ മത്തിയും വെള്ളം വാർന്ന് ഒന്ന് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് തീ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇത് പൊരിച്ചെടുക്കുന്നത്. ഇങ്ങനെ വേണം ഇത് മൊരിയിച്ചെടുക്കാൻ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇങ്ങനെ ഈ 1.5 കിലോ മത്തിയും ഞാൻ പൊരിച്ചെടുത്ത് മാറ്റി വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ മത്തിയെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പരന്ന പാത്രമെടുത്ത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് മീൻ പൊരിച്ച ബാക്കി എണ്ണ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്കൊരു 250 ഗ്രാം എണ്ണ കൂടി നമുക്കിതിന് ആവശ്യമുണ്ട്. അതുകൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം എണ്ണ കൂടി ഈ പൊരിച്ച എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും ഒന്ന് ചൂടാവട്ടെ. നന്നായി ചൂടായി വന്നു. ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഞാനിവിടെ ചതച്ചെടുത്ത വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വെളുത്തുള്ളി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇത് ഇവിടെ കിടന്ന് മൂക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ചതച്ചെടുത്ത പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. മൂന്നും കൂടി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം.
മൂന്നും കൂടി മിക്സാക്കി കൊടുത്തതിന് ശേഷം നന്നായി മൂത്ത് മണം വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് തുടച്ചെടുത്ത നമ്മുടെ കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 2 വറ്റൽ മുളകും നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം മണം വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ അച്ചാറും പൊടി എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഒന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഉപ്പുണ്ടോ എന്നെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്കിതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ പൊരിച്ച് വെച്ച കുഞ്ഞൻ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഉടയാതെ വളരെ സ്ലോവിൽ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വളരെ സ്പീഡിൽ ഇത് ഇളക്കിയാൽ ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളതിനാൽ വളരെ പതുക്കെ മാത്രം ഇതൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് കുറവുള്ളതിനാൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഇതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞൻ മത്തി അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാർ എടുത്ത് ആ ജാർ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് ആ ജാറിലേക്ക് മാറ്റി എടുത്ത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഓക്കേ, ബൈ ബൈ.